അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പേര് അബ്ദുറഹീം. ബാവ എന്നാണ് എല്ലാവരും വിളിക്കൽ. ഈ വീട് സ്ഥിതി ചെയ്യുന്നത് വരപ്പാറ പറമ്പിൽ പീടിക പുതിയ പറമ്പ് മഹലിലാണ്. ഈ വീട് ഞാൻ മകന് വേണ്ടിയിട്ട് ചെയ്തതാണ്. അപ്പം ഞാൻ ബോംബെയിൽ ബിസിനസ് പരമായിട്ട് പോയപ്പോൾ കുളത്തിൽ ഒരു പള്ളി, വെള്ളത്തിലൊരു പള്ളി കണ്ടു. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് കണക്കാക്കിയിട്ട് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹത്തിലാണ് ഈ വീട് കല്ലുവെട്ടി താഴ്ത്തി സ്ഥലങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അടിയിൽ അണ്ടർഗ്രൗണ്ട് ആക്കിയിട്ട് ചെയ്തത്. ഇത് എൻ്റെ ഈ ഉദ്ദേശം ഞാൻ നൗസാദ് എന്ന് പറഞ്ഞൊരു എൻജിനീയർ ഉണ്ട് കോഴിക്കോട്, നമ്മളെ സ്നേഹിതനാണ്. അവരോട് പറഞ്ഞപ്പോൾ അവരെ ഇത് പ്രകാരമാണ് ഇങ്ങനെ അടിയിൽ സ്വിമ്മിംഗ് പൂളും മേലെ റൂംസ് ആയിട്ടുള്ള എടുത്തത്. ഈ വീട് പണിയാൻ ഏകദേശം 3 വർഷത്തിലധികം എടുത്ത്. ഞങ്ങൾ സാവധാനത്തിൽ ഞങ്ങൾ താമസിക്കാൻ വേറെ വീടുള്ളത് കൊണ്ട് സ്ലോവിലാണ് വർക്ക് നടന്നത്. 3 വർഷം കൊണ്ട് ഞങ്ങൾ ഏകദേശം പൂർത്തിയാക്കി. അപ്പോൾ ഞങ്ങൾ ഇത് എൻജിനീയർ പറഞ്ഞത് ഫുള്ള് ടൈൽസിൻ്റെ ഒരു ഡെക്കറേഷൻ അതിന് അവർ പറഞ്ഞിരുന്നു. അത് പിന്നെ ഞങ്ങൾ ഇറ്റാലിയൻ മാർബിൾക്ക് മാറ്റി. അങ്ങനെ പിന്നെ കുറച്ച് ടൈൽസിൻ്റെ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ കറങ്ങിയപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ മാർബിൾ ഗാലറിയിൽ എത്തിപ്പെട്ടത്. അവിടെ ചെന്നപ്പോൾ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞങ്ങളിപ്പോൾ പരിചയമില്ലാത്തത് കൊണ്ട് അവിടെ എത്തിപ്പെടാൻ വൈകിയത് കൊണ്ട് പിന്നെ ആവശ്യമുള്ള മറ്റേ മൊറോക്കോ ടൈല് മറ്റുള്ള സാധനങ്ങൾ കുറേയൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. അപ്പം നല്ല ഡീലിംഗാണ് മാർബിൾ ഗാലറിയൊക്കെ നമ്മളായിട്ട്. ഇപ്പം ഇനി എൻ്റെ ഒരു വീട് പണി വരികയാണെങ്കിൽ അവരായിട്ട് ഇപ്പം നമ്മളെ മെയിൻ പർച്ചേസ് ചെയ്യൽ അവിടെ നിന്നായിരിക്കും. നമ്മൾ ജീബായൊക്കെ നമ്മളായിട്ട് നല്ല സുഹൃത്ത് ബന്ധമാണ്. എല്ലാവരും സ്റ്റാഫൊക്കെ നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നെ. പിന്നെ സ്വിമ്മിംഗ് പൂളിനുള്ള ടൈലൊക്കെ അവിടെ നിന്ന് എടുത്തത്. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വിചാരിച്ച മാതിരി തന്നെ ഡിസൈനുകളൊക്കെ എൻജിനീയറും ഇവരൊക്കെ എല്ലാവരും സഹകരിച്ച് നല്ല നിലയിലായി. നമ്മൾ വിചാരിച്ചില്ല, കുറച്ചുകൂടി ഉഷാറായിട്ട് വീട് പണിയെല്ലാം പൂർത്തിയായി, അൽഹംദുലില്ലാ. ഹായ്, ഞാൻ ആർക്കിടെക്ട് നൗഷാദ്, സ്പേഷ്യോ ആർക്കിടെക്ട്സ് ചേവരമ്പലം. നമ്മളെ ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്ത സമയത്ത് ഓൾറെഡി ഇതൊരു ലാറ്ററൈറ്റ് സ്റ്റോൺ കോറിയായിട്ട് ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ നമ്മളുള്ളത് അതിൻ്റെ ബേസ്മെൻറ്റിലാണ്. ഈ ബേസ്മെൻറ്റ് ഇപ്പോൾ നമ്മൾ ഓൾറെഡി 2.16 മീറ്ററിലാണ് ഈ ബേസ്മെൻറ്റിൻ്റെ ഫ്ലോർ ഉള്ളത്. അപ്പോൾ ക്ലയൻ്റ് ഒരു മുംബൈയിലൊരു പ്രോജക്റ്റ് കണ്ടിരുന്നു, ഒരു വാട്ടർ ബോഡീൻ്റെ അകത്തുള്ള. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു ഫസ്റ്റ് മീറ്റിങ്ങിൽ. നമ്മളൊരു ഫിസിക്കൽ അപ്രോച്ച് നോക്കുമ്പോൾ വരുന്നൊരു കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വോളിയം നമ്മൾ ഒരു സ്പേസിൽ കൊണ്ടുപോയിട്ട് ഇടുമ്പോൾ ഹൗ ഇറ്റ് വിൽ ഇൻട്രാക്ട് വിത്ത് അതർ സ്പേസസ്, അതിൻ്റെ ചുറ്റുമുള്ള സ്പേസസിനെ എങ്ങനെ അത് ഇൻട്രാക്ട് ചെയ്യും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അപ്പം നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോറി സ്പേസ് ഇതിൻ്റെ താഴോട്ട് പോയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ട് സ്പേസ് ഉണ്ട് ഇവിടെ ഓൾറെഡി. അപ്പോൾ അതും നമുക്ക് ഓക്യുപ്പൈ ചെയ്യണം. അത് മുകളിലോട്ട് വരുമ്പോൾ അതിൻ്റെ ചുറ്റുമുള്ള സ്പേസസുമായിട്ട് അത് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമ്മളിവിടെ നല്ല രീതിയിൽ ഇത് സ്പേസ് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്കിപ്പോൾ ബേസ്മെൻറ്റിൽ ഈ ഒരു വായുവും വെളിച്ചവും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മളിപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് ഓപ്പൺ സ്പേസസ് ഉണ്ട്, ഡ്രൈവേ ഉണ്ട്, പിന്നെ കവേർഡ് സ്പേസസ് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫങ്ഷന് കാറ്റർ ചെയ്യുന്ന എല്ലാ രീതിയിലുള്ള സ്പേസസ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്.
പിന്നെ രണ്ടാമത്തെ കാര്യം ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പെർസെപ്ഷൻ സ്പേസസ് ആണ്. അപ്പോൾ അത് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യുന്ന ഒരു നോർമൽ പബ്ലിക് എങ്ങനെയാണ് ഇതിനെ കാണുക, ക്ലൈൻറ്റ് എങ്ങനെയാണ് കാണുക, പിന്നെ ഇതിൽ ഉള്ള ഈ വീടിലേക്ക് വരുന്ന വിസിറ്റേഴ്സ് എങ്ങനെയാണ് കാണുക, ഇവിടെയുള്ള കുട്ടികൾ ഇതുമായിട്ട് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ആ ഒരു പെർസെപ്ഷ്യൽ സ്പേസസിൻ്റെ എല്ലാം അച്ചീവ് ചെയ്യാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളും സോൾവ് ചെയ്യുന്ന രീതിയിലാണ് നമ്മളിവിടെ ആ കാര്യങ്ങളും സോൾവ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളിവിടെ ഇൻറ്റീരിയറിൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇതൊരു വലിയൊരു സ്കെയിൽ പ്രൊജക്റ്റ് ആയതുകൊണ്ട്, ഒരു റെസിഡൻഷ്യൽ പ്രൊജക്റ്റ് ആയതുകൊണ്ട് ഇവിടെയുള്ള വാൾസ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു ഹൈപ്പർ സ്റ്റൈൽ പോലെയുള്ള സംഭവങ്ങളാണ്. കാരണം നമുക്കതൊരു ഇൻഡിവിജ്വൽ പില്ലർ പോലെ ആക്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, വാൾസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഹൈപ്പർ സ്റ്റൈൽസ് ഒക്കെ നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ഷണൽ സ്പേസസ്, മൂവ്മെൻറ്റ്, ഇതൊക്കെ കാര്യങ്ങൾ നമ്മൾ ഇതിൽ നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് സ്പേസസിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ഡയറക്ഷണൽ സ്പേസസ് കണക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്കിപ്പോൾ ഓരോ സ്പേസും ഇൻ്റഗ്രേറ്റഡ് ആണ്. നമ്മളിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ലിവിങ് ഒരു ഭാഗത്താണ്, ഡൈനിങ് ഒരു ഭാഗത്താണ്, പിന്നെ കിച്ചൺ, അതുപോലെ അപ്പോൾ പ്രൈവറ്റ്, സെമി പ്രൈവറ്റ്, പബ്ലിക്, അങ്ങനെയുള്ള കുറേ സ്പേസസ് കാറ്റഗറൈസ് ചെയ്തിട്ട് അതിനെ നമ്മളൊരു മൂവ്മെൻറ്റ് സ്പേസസിലൂടെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോജക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ബേസ്മെൻറ്റിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു ഓപ്പൺ കോർട്ട്യാർഡ് ഉണ്ട്. ഇത് ഡബിൾ ഹൈറ്റ് കോർട്ട്യാർഡാണ്. ഈ കോർട്ട്യാർഡിൽ നമുക്ക് കാണാം ഈ റെയിൻ, നാച്ചുറൽ സ്കൈലൈറ്റും റെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല റെയിനി ഇതിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, അതിനൊന്നും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. ഇതേപോലത്തെ വേറൊരു കോർട്ട്യാർഡ് നമ്മൾ സ്റ്റെയർ റൂം ഒരു കോർട്ട്യാർഡിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റെയർ വെല്ല് തന്നെ ഒരു ലാൻഡ്സ്കേപ്പ് ഏരിയ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ടു സ്കൈ ആണ് നമുക്ക്. പിന്നെ അത് മാത്രമല്ല, ഓട്ടോമേറ്റഡ് ഗ്ലാസ് റൂഫൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും റെയിൻ എൻജോയ് ചെയ്യണമെങ്കിൽ നമ്മളൊരു റിമോട്ട് കൺട്രോളിൻ്റെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഓപ്പൺ ചെയ്യാം, ക്ലോസ് ചെയ്യാം, അങ്ങനെയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ലാൻഡ്സ്കേപ്പ് എലമെൻറ്റ്സ്, സോഫ്റ്റ് സ്കേപ്പ് ആയാലും ആർട്ട് സ്കേപ്പ് ആയാലും അധികം നാച്ചുറൽ എലമെൻറ്റ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതലും നമ്മൾ ഫുഡ് ബിയറിങ് പ്ലാന്റ്സ് ആണ്, നമ്മൾ ട്രീസാണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ ബേർഡിനെയും മറ്റുള്ള ലിവിങ് തിങ്സിനൊക്കെ നമുക്ക് അട്രാക്റ്റ് ചെയ്യാം. അപ്പം നമുക്കൊരു ബേസിക് സ്റ്റൈൽ എന്ന് പറയാൻ, ഇതിൻ്റെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈൽ എന്താണെന്ന് ചോദിച്ചാൽ കോണ്ടംപററി പ്ലസ് പിന്നെ മോഡേൺ, ഇതിൻ്റെ ഫ്യൂഷനാണ് നമ്മൾ ഈ ഒരു വീടിൻ്റെ ആർക്കിടെക്ചർ സ്റ്റൈൽ. നമ്മൾ ഈ ഫിനിഷസിൻ്റെ സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെക്റ്റിക്കായിട്ട് അല്ലെങ്കിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാവാറ്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാർബിൾ ഗാലറിയിൽ പോയി. അപ്പോൾ അവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറേ നല്ല ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ കിട്ടി. അവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒറ്റ റൂഫിൽ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് അവിടെ. അപ്പം ഞാനും ക്ലൈൻറ്റും കൂടി കൂടി നടന്നു പോവുകയാണ്. അവിടെ ഇറ്റാലിയൻ മാർബിളിൻ്റെ സെഷനിലൂടെ പോവുകയാണ്. അപ്പോൾ ഇത് ബ്ലാക്ക് 3D എന്ന് പറയുന്ന ഒരു ഒറ്റ സിംഗിൾ സ്റ്റോൺ ഇതാണ്, ഇമ്പോർട്ടഡ് നാച്ചുറൽ സ്റ്റോൺ ആണ്. അപ്പോൾ ഇതവിടെ ഇങ്ങനെ ഡിസ്പ്ലേയിൽ കിടക്കുകയാണ്. അപ്പോൾ ക്ലൈൻറ്റ് എന്നോട് ചോദിച്ചു, ഇത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കാരണം ഇതിൻ്റെ ആ ഒരു 3D സർഫേസും കാര്യങ്ങളൊക്കെ നല്ല ഇതാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കത് ചെയ്യാം, നമ്മളിപ്പോൾ ഡൈനിങ്ങിലേക്ക് വേണമെങ്കിൽ ഇത് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ 3D ബ്ലാക്ക് 3D സ്റ്റോണാണ് നമ്മളിപ്പോൾ ഇവിടെ ഡൈനിങ് ആയിട്ട് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നമ്മൾ റെസിൻ ഫിനിഷ് ചെയ്തിട്ടാണുള്ളത്. അപ്പോൾ നമുക്ക് കാണാം ഇതിൽ ആ 3D എഫക്റ്റൊക്കെ ഈ റെസിൻ്റെ ഉള്ളിൽ കൂടിയിട്ട് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ മറ്റുള്ള ഡൈനിങ്ങിനും നമ്മൾ അവിടുന്ന് ഒറ്റ സിംഗിൾ സ്റ്റോണാണ്. കാരണം അത്രയും വലിയൊരു ഗ്രേറ്റ് ഡൈനിങ് ആണ് ഇവിടെ നമ്മൾ രണ്ടാമത്തെ ഡൈനിങ്. ഇത് ഫോർമൽ ഡൈനിങ്ങാണ്. അപ്പോൾ ഗ്രേറ്റ് ഡൈനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം വലിയ സൈസാണ്.
ഓൾറെഡി നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ഒന്നും റെഡിമെയ്ഡ് ടേബിൾസ് അവൈലബിൾ ആവില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സിംഗിൾ ടൈല് മാർബിൾ ഗാലറിയിൽ നിന്ന് എടുത്തിട്ട് ചെയ്ത ടേബിളാണ് ഗ്രേറ്റ് ഡൈനിങ്ങിലുള്ളത്. രണ്ടും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഓരോരോ ചെറിയ ചെറിയ സ്ഥലങ്ങളിലേക്ക് വേണ്ട, അല്ലെങ്കിൽ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ വേണമെന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്നിടത്ത് നമുക്ക് അവിടുന്ന് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെ പൂൾ ടൈലും അതേപോലെ തന്നെ പൂൾ ടൈല് നോർമലി മൊസൈക്കും മറ്റേ ഇതൊക്കെ വളരെ ചെറുതായിട്ടുള്ള, അപ്പോൾ കുറച്ചുകൂടി വലിയ പീസ് വേണമെന്നൊക്കെ ക്ലൈൻറ്റ് പറഞ്ഞിരുന്നു. അപ്പോൾ അതിന് നല്ല ഓപ്ഷൻസ് അവിടെ കിട്ടി. അത് തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ പ്രൊജക്റ്റിൻ്റെ ഈ റെസിഡൻസിൻ്റെ കൊട്ടിൽ എന്ന് പറയുന്ന ഒരു സ്പേസിലാണ് ഉള്ളത്. നമ്മൾ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ കേരള ട്രഡീഷൻ ഇപ്പോൾ ആർട്ടിലായാലും പിന്നെ ആർക്കിടെക്ചറിലായാലും സയൻസിലായാലും പിന്നെ മറ്റുള്ള മേഖലകളിലായാലും വളരെ റിച്ചാണ്. അപ്പോൾ അത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആർക്കിടെക്ചറിൽ നമ്മളൊരു കടമ എന്ന നിലയിൽ ഞാൻ കുറ്റിച്ചിറ ഭാഗമുണ്ട് കോഴിക്കോട്. അവിടെ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ വലിയ ലാർജ് സ്കെയിൽ ഹൗസസ് ഉണ്ട്, റെസിഡൻസസ്. അപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർ ആയിക്കൊണ്ട് നമ്മൾ ആ ഒരു ട്രഡീഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഇവിടെ ഈ കൊട്ടിൽ ഞാൻ ആ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളെല്ലാ പ്രൊജക്റ്റിലും ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. ഏതെങ്കിലും ഒരു എലമെൻറ്റ് ട്രഡീഷണലിൽ നിന്ന് നമ്മളെ ഈ പാസ്റ്റിൽ നിന്ന് ഒരു എലമെൻറ്റ് ഞാൻ ഷോക്കേസ് ചെയ്യാറുണ്ട്. ഈ ഒരു പ്രൊജക്റ്റ് ഇത്ര നന്നായിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനും കംപ്ലീറ്റ് ചെയ്ത് ഹാൻഡ് ഓവർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റിയത് ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഹാർഡ് വർക്കാണ് ഈ ഒരു കംപ്ലീഷന് നമ്മൾ കാരണം. അപ്പോൾ താങ്ക് യു.